ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ മലയാളത്തിന്റെ മോഹൻലാൽ വിമാനത്താവളത്തിലെത്തി. വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയത്ത് പരമോന്നത ബഹുമതി കിട്ടുകയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? എന്താ പറയണ്ടേ, ഏറ്റവും വലിയ സന്തോഷം. ദൈവത്തിന് നന്ദി, പ്രേക്ഷകർക്ക് നന്ദി, നമ്മുടെ മാതാപിതാക്കൾക്ക് നന്ദി, രാജ്യത്തിന് നന്ദി, ആ ജൂറിക്ക് നന്ദി. ഗ്രേറ്റ് ഓണർ അല്ലേ? അങ്ങനെ സംഭവിച്ചു. ഞാൻ ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് 10 മണിക്ക്. ഓക്കെ. പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ട് ചുരുകയാണ്. ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ അങ്ങേ അഭിനന്ദനം? അല്ല, ഇത്ര നാൾ 48 വർഷം ഞങ്ങളുടെ കൂടെ നടന്ന, എൻ്റെ കൂടെ നടന്ന എല്ലാവരും ഞാൻ സ്മരിക്കുന്നു, ഓർക്കുന്നു. അവരുള്ള സ്നേഹവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രേക്ഷകരോട്, എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട്, എന്നെ ഞാനാക്കിയ മലയാള സിനിമയോട്. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഈ അംഗീകാരം ഞാൻ മലയാള സിനിമയ്ക്ക് നൽകുന്നു. മറ്റൊരു ലെജൻഡായ മലയാളത്തിലെ മമ്മൂക്ക താങ്കൾക്ക് ഏറ്റവും അർഹതപ്പെട്ടതാണ് ഈ പുരസ്കാരം എന്ന തരത്തിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിനോട്, അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് നന്ദി പറയുന്നു. മലയാള സിനിമയ്ക്ക്. ഓക്കെ. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം താങ്കളിലേക്ക് ഓക്കെ. അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഇനിയും വരുന്ന പുതിയ തലമുറയ്ക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷനാകും. ഓക്കെ. പോണ്ടേ? പിന്നെ ഞാനങ്ങ് പോകട്ടെ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് ശേഷമുള്ള മോഹൻലാലിന്റെ നേരിട്ടുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് എത്തിയതാണ്. മാധ്യമങ്ങളെ വിശദമായി തന്നെ കാണുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും നന്ദി പറയുകയാണ് അദ്ദേഹം. ഇന്നലെയാണ് ആ പുരസ്കാര പ്രഖ്യാപനം ഉണ്ടായത്. അതിന്റെ സന്തോഷത്തിലാണ് മലയാളം അടക്കം. അലി അക്ബർ ഷാ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അലി, എന്തായാലും മോഹൻലാലിനുള്ള ഈ നേട്ടം അത് മലയാളിക്ക് ഒന്നടങ്കമുള്ളതാണ്. എന്തായാലും ഈ ഒരു സന്തോഷം അത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മലയാള സിനിമാ സ്നേഹികൾ. ദാദാസാഹേബ് പുരസ്കാര ജേതാവ് നടൻ മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും ഇന്ന് 10:00 അദ്ദേഹം മാധ്യമങ്ങളെ വിശദമായി കാണുമെന്നാണ് അറിയിച്ചത്. അലി അക്ബർ ഷാ, കേൾക്കാമെങ്കിൽ? വലിയ സന്തോഷത്തിലാണ് മലയാള സിനിമാ പ്രേമികൾ. എന്തായാലും ഇത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ്. 10:00 അദ്ദേഹം മാധ്യമങ്ങളെ വീണ്ടും കാണുന്നത്. തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മോഹൻലാൽ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മോഹൻലാൽ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആക്റ്റീവായിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഹിറ്റുകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതിയായ ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അദ്ദേഹം ഇന്നലെ തന്നെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. ചെന്നൈയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കുടുംബത്തിനൊപ്പം ഇന്നലെ ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇത് അതിനുശേഷം അദ്ദേഹം നമ്മളെ കാണാനായി, മലയാളികളെ കാണാനായി, കേരളത്തെ അഭിസംബോധന ചെയ്യാനായി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇതാ കൊച്ചി വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനമിറങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി 10:00 അദ്ദേഹം ക്രൗൺ പ്ലാസയിൽ വെച്ച് മാധ്യമങ്ങളെ കാണും. ഈ പുരസ്കാരം അത് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്നതാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്ന കാര്യം. എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനവുമായ നമ്മുടെ സ്വന്തം മമ്മൂട്ടി ഉൾപ്പെടെ വലിയ രീതിയിൽ മോഹൻലാലിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. നമുക്കറിയുന്ന പോലെ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിന് മുൻപ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഈ ആക്റ്റീവായി നിൽക്കാത്തൊരു സമയത്ത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. പക്ഷേ മോഹൻലാലിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമുക്കറിയാം, ഈ സമീപകാലത്താണ് മോഹൻലാലിൻ്റെ ഏറ്റവും ഗംഭീര ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത്, മലയാളികൾ ഏറ്റെടുത്തത്. അങ്ങനെ നിറഞ്ഞാടി മോഹൻലാൽ നിൽക്കുന്ന നേരത്ത് തന്നെ സിനിമാ മേഖലയിൽ രാജ്യം നൽകുന്ന ഏറ്റവും പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ മോഹൻലാലിനോളം സന്തോഷം തന്നെ ഓരോ മലയാളിയെയും സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയ ആഘോഷങ്ങൾ മോഹൻലാലിനെ വരവേൽക്കാൻ വേണ്ടി ഇപ്പോൾ സജ്ജമായിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വലിയ അഭിനന്ദന പ്രവാഹം മോഹൻലാലിന് എത്തുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ഈ കാലയളവിൽ നേടിക്കഴിഞ്ഞു. ഈ 4 പതിറ്റാണ്ടിനപ്പുറം നിൽക്കുന്ന ഈ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം നേടാൻ കഴിയുന്ന, മലയാളി മനസ്സിൽ നേടാൻ കഴിയുന്ന ഇടമെല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു ആസ് ആൻ ഇന്ത്യൻ ആക്ടർ, ഒരു ഇന്ത്യൻ ഡയറക്ടർ, ഒരു ഇന്ത്യൻ പ്രൊഡ്യൂസർ എന്ന നിലയിലെല്ലാം സിനിമയുടെ എല്ലാ മേഖലകളിലും, പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും ഇതിനോടകം കൈവച്ച മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം തന്നെ പ്രതിഭ തെളിയിച്ച മനുഷ്യനാണ്. നേരത്തെ മോഹൻലാലിന് ലഭിക്കേണ്ടിയിരുന്നു ഈ പുരസ്കാരം എന്നതായിരുന്നു അഭിനന്ദനത്തിനിടയിൽ എല്ലാ ആളുകളും പറഞ്ഞു വെക്കുന്ന വാക്ക്. പക്ഷെ അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത് എല്ലാത്തിനും
എത്താനും അതിൻ്റെതായ സമയമുണ്ട് എന്നുള്ളതാണ്. വലിയ സന്തോഷം തന്നെയാണ് ഇതാ ഇപ്പോൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴും മോഹൻലാലിന് നമുക്ക് കാണാൻ കഴിയുന്നത്.